പുതിയ മാലയൊക്കെ ഇട്ടിരിക്കുന്നല്ലോ. വാങ്ങിയതാ? ഓ, മുത്തശ്ശി തന്നതാണോ? കൊള്ളാം. ആരെങ്കിലും ഇത് കണ്ട് മോഹിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. നീ സൂക്ഷിച്ചോളാന്നോ? വലിയ ആത്മവിശ്വാസമൊന്നും വേണ്ട. ഇന്നലെ കുടജാദ്രിയിലോ? അവിടെ ഇന്നലെ ചാടാൻ ശ്രമിച്ച ആളോ? വീണുപോയെന്നോ? ഓ, എന്നിട്ട് അയാള് രക്ഷപ്പെട്ടു അല്ലേ? അവിടെ കുഴിയിലേക്ക് വീണിട്ടും രക്ഷപ്പെട്ടു വന്ന ആ ആളില്ലേ, അയാൾക്ക് നിനക്കും തമ്മിൽ എന്തോ ഒരു പൊരുത്തം ഉണ്ടെന്ന് എനിക്ക് തോന്നുക. അവിടെ മരണത്തിന്റെ വായിന്ന് രക്ഷപ്പെട്ടത് നിന്റെ ജീവിതമാണോന്ന് പോലും എനിക്കിപ്പോ തോന്നുക. അവന്റെ മനസ്സ് നല്ലതാ. തനിക്ക് ഉപകാരം ചെയ്തവരെ മറക്കാത്തൊരു മനസ്സ്. അവൻ നിനക്ക് നല്ലത് കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നേ. അയാൾ മരിക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്നോ? അവന് എന്തൊക്കെയോ ദുഃഖങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ ഉണ്ടാവാം. അത് താങ്ങാനാവാതെയാ അയാൾ മരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ദേവി അവനെ മരിക്കാൻ വിട്ടില്ല. ദേവി നൽകിയ പുതിയ ജീവനാണ് അവന്റേത്. ദേവിയുടെ ദാനം. അങ്ങനെ ദാനം കിട്ടിയ ജീവിതത്തിൽ അവൻ നന്മയുള്ളവനായിരിക്കും. അവൻ വരും. നീ അവനെ ഇനിയും കാണേണ്ടിയും വരും. എന്റെ ഈ ദേവൂട്ടിക്ക് അവൻ ഒരുപാട് പ്രതീക്ഷകൾ തരും. ആ പ്രതീക്ഷകൾ വേണ്ട, തൽക്കാലം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇല്ല. കുമാരേട്ടാ, എന്താ ഇന്നലെ കുടജാദ്രിയിൽ നടന്ന സംഭവം കുമാരേട്ടൻ അറിഞ്ഞോ? ഇല്ല, എന്താ നടന്നേ? കുടജാദ്രിയിൽ ട്രിപ്പ് പോയ ട്രക്കുകാർ പറഞ്ഞതാ, താഴെ നിന്ന് അവര് നോക്കുമ്പോ മലയിലെ ഏതോ മൂലയില് കൊക്കയുടെ തൊട്ട് മുകളിലായിട്ട് ഒരാള് നിൽക്കുന്ന കണ്ടത്രേ. അയ്യോ, എന്നിട്ട്? അവരെ നോക്കി നിക്ക തന്നെ അയാളങ്ങ് കുഴിയിലോട്ട് വീണു. എന്നിട്ട് മരിച്ചോ? പത്രത്തിലൊന്നും വാർത്ത കണ്ടില്ലല്ലോ, ആരും പറഞ്ഞു കേട്ടതുമില്ല. അതല്ലേ അത്ഭുതം. കൊക്കയിലേക്ക് വീണയാള് കുറെ കഴിയുമ്പോഴേക്ക് തനിയെ പൊങ്ങി വരുന്നത്രേ. അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ദേവി കൈകൊടുത്തിട്ട് തന്നെയാവും. അതെ അതെ. തന്റെ പുണ്യഭൂമിയിൽ അങ്ങനെ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് ദേവി ആഗ്രഹിക്കില്ല. അപ്പൊ എന്തു ചെയ്യും? മരണത്തിന്റെ വായിലോട്ട് വീണു പോയവനെ പോലും സ്വന്തം കൈ കൊടുത്തുയർത്തും. അതെ അതെ. അല്ല സുരേന്ദ്ര, വീണ ആളാരാണെന്ന് അവരാരെങ്കിലും പറഞ്ഞോ? ഇല്ല, അവർക്ക് ആളെയൊന്നും മനസ്സിലായിട്ടില്ല. ചെറുപ്പക്കാർ വല്ലവരും ആയിരിക്കും. അവർക്കാണല്ലോ ഇപ്പൊ സാഹസം കൂടുതൽ. എന്തായാലും സർവശക്തയായി ദേവി ഇവിടെ ഉള്ളോണ്ട് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അതെ, എല്ലാം ദേവിയുടെ കാരുണ്യം. ചായ. സുരേന്ദ്ര, ഇന്നലെ അവിടെ കുടജാദ്രിയിൽ എന്താ നടന്നത്? ദേവൂട്ടി എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും വ്യക്തമായില്ല. അതെന്താണെന്നൊന്നും വ്യക്തമല്ലമ്മേ. എന്തൊക്കെയോ അത്ഭുതങ്ങളാ നടന്നെന്നാ കേട്ടെ. ഏതോ ഒരു പയ്യൻ കൊക്കയിലേക്ക് ചാടാൻ വന്നെന്നോ അങ്ങനെ എന്തൊക്കെയോ ആ ദേവൂട്ടി പറഞ്ഞു. ചാടാൻ വന്നതാണോ ചാടിയതാണോ വീണതാണോ ഇതൊന്നും വ്യക്തമല്ല. കുടജാദ്രിയിലേക്ക് ട്രിപ്പ് പോയ ചില ജീപ്പുകാരാ പറഞ്ഞത്. ആരാന്നൊന്നും അറിഞ്ഞൂടാ. ഒരു ചെറുപ്പക്കാരൻ. അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവിടുന്ന് താഴേക്ക് വീഴുന്നത് കണ്ടവരുണ്ട്. പിന്നെ ആരോ പിടിച്ചു കയറ്റിയതുപോലെ അവിടുന്ന് പൊങ്ങി വരുന്നത് കണ്ടവരുണ്ട്. എല്ലാം ദേവിയുടെ മായാവിലാസം. അല്ലാതെ എന്തു പറയാൻ? മുത്തശ്ശി, അവൻ ഏതെങ്കിലും നിരാശാകാമുകനായിരിക്കും. പിന്നെ കൊക്കയിലേക്ക് വീണിട്ട് പൊങ്ങി വന്നു എന്നൊക്കെ പറയുന്നത് ജീപ്പുകാരുടെ വെറും തള്ളായിരിക്കും. മൂകാംബികാമ്മ എങ്ങനെയാ ഭക്തരെ കാത്തുരക്ഷിക്കണേന്ന് നിനക്കറിയില്ല.
10-30 വർഷമായി ദേവിയുടെ നടയിലെ നിത്യസേവകനാ ഞാൻ. ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാര്, എവിടെയെല്ലാം നിന്ന് വരുന്ന ആൾക്കാര്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് അമ്മ അവരെല്ലാം കൈക്കൊണ്ടിട്ടുണ്ട്. അമ്മയുടെ കൈത്താങ്ങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലും ഇവന് ദൈവഭയം ഇത്തിരി കുറവാ. ദേവിയുടെ കരുതലുകൊണ്ടാ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. എന്നിട്ടും വല്ലപ്പോഴെങ്കിലും അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടാവാറില്ല. എന്റെ മുത്തശ്ശി, അങ്ങനെ ദൈവഭയമില്ലാത്ത ഒരാളൊന്നുമല്ല ഞാൻ. ദേവി അയാളെ രക്ഷിച്ചില്ലെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, ദേവിക്ക് രക്ഷിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും അറിയാം. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നവരാരായാലും ആ കാര്യം ഒന്ന് ഓർത്താ നല്ലത്. അച്ഛനെ ആരെ ഉദ്ദേശിച്ചായി പറഞ്ഞത്? ആരെയും ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിന് നിരക്കാത്ത കാര്യം ചെയ്താ ചിലപ്പോ ചില താൽക്കാലിക ലാഭമൊക്കെ ഉണ്ടാവും. പക്ഷേ എപ്പോഴെങ്കിലും അതിനുള്ള തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഉറപ്പാ.